നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരണം തൊട്ടു പിന്നാലെയുണ്ട്. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കരുത്. ജാഗ്രത. കുട്ടം പറഞ്ഞു ശരിയാ. എന്തൊരു എരിവാ. എരിവെന്ന് പറഞ്ഞിട്ട് നീ എന്താ ജ്യൂസ് കുടിക്കാതെ? കുടിക്കാം. സ്മൃതി വെള്ളം തന്നപ്പോഴേ ആ എരിവങ്ങ് പോയി. അമ്മേ, നല്ല ടേസ്റ്റ്. അവന്ന് കഴിച്ചു നോക്കി. കഴിക്ക്. അച്ഛനും കഴിക്കച്ച. മുത്തശ്ശിക്ക് കൊടുക്ക. എനിക്ക് വേണ്ട. കഴിക്കമ്മേ. വേണ്ട, ഞാൻ തന്നെ കഴിക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവന് വൈദ്യമഠത്തിൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എന്റെ തലേ ദിവസം ഞാനും ഇവനും കൂടി മോർണിംഗ് വാക്കിന് പോയി. പെട്ടെന്ന് മിസ്റ്റ് വന്ന് ഞങ്ങൾ അങ്ങ് മൂടി. താഴെ എങ്ങാണ്ടൊരു പൂവുണ്ട്. ആ പൂ വേണോന്ന് പറഞ്ഞ് ഇവന് ഒരേ വാശി. എനിക്ക് പൂ വേണം. ഞാൻ വഴക്കും പറഞ്ഞ് മുന്നോട്ട് നടന്നു. തിരിഞ്ഞു നോക്കുമ്പോ കുട്ടനെ കാണാനില്ല. പൂ പറിക്കാൻ ഇറങ്ങിയ ഇവൻ വലിയൊരു കുഴിയിലേക്ക് വീണു. അയ്യോ, വേഗം. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതല്ലമ്മേ, കുഴിയിൽ വീണപ്പോ അവനെ രക്ഷിച്ചതാരാന്നറിയൂ? കുട്ടൻ പറയുന്നത് അതൊരു മാലാഖയാന്ന്. എന്ത് മാലാഖ? എനിക്കൊരു പെണ്ണിന് ഓർമ്മയില്ലേ അച്ഛാ? ഇത് ചുമ്മാ അച്ഛന്റെ പുളുവാണേ. കഥയൊന്നും അല്ല. അവള് പിന്നെ സ്ഥിരം വൈദ്യമഠത്തിൽ വരുമായിരുന്നെന്ന് സ്വാമിയച്ചൻ പറഞ്ഞില്ലേ? അവളുടെ നമ്പർ തരാന്നൊക്കെ പറഞ്ഞതാ. അവളിങ്ങോട്ട് വിളിക്കുമെന്നാ പറഞ്ഞത്. പക്ഷെ വിളിച്ചില്ല. മാലാഖയെ പ്രത്യക്ഷപ്പെടുത്താൻ ഒരു വളയായിട്ടായിരുന്നു അവന്റെ നടപ്പ്. ശരിക്കും മാലാഖയാണോന്നാ എന്റെ സംശയം. മറ്റാരും കണ്ടിട്ടില്ല. സ്വാമിയച്ഛനും ഇവന് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുട്ടേട്ടാ, ഉള്ള സത്യം പറഞ്ഞു. മാലാഖയുടെ കള്ളക്കഥ പറഞ്ഞ് ഏട്ടന് ഇവരൊക്കെ ഫൂളാക്കിയതല്ലേ? എങ്കി എന്നോട് മാത്രം പറ, നമുക്ക് സുന്ദരി മാലാഖിനെ കണ്ടുപിടിക്കാം. അമ്മേ, ആ വളയാണോ എന്റെ പോക്കറ്റിൽ കിടന്നത്? അതെ. സംതിങ് മിസ്റ്റീരിയസ്. എങ്ങനെയുണ്ട് മോനെ? എല്ലാം പഴയതുപോലെ ആയില്ലേ?
നീ ഇല്ലാത്തതിന്റെ കുറവ് ഇവിടെ നന്നായിട്ടുണ്ട്. ചിറ്റപ്പന എല്ലാം ഒരുവിധം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ അച്ഛനാണെങ്കിൽ എല്ലാ ഈർഷ്യ ഏൽപ്പിച്ചിരിക്കുക. അവന്റെ കാര്യം നിനക്കറിയാമല്ലോ. ഓൺലൈനിലൂടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിച്ചാൽ എത്രത്തോളം ശരിയാകാനാ. ചെറിയച്ഛനെങ്ങനെ അവനെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ഇപ്പൊ എല്ലായിടത്തും ഈ ഓഫീസ് സിസ്റ്റം വരെയല്ലേ. സർക്കാർ സംവിധാനം പോലും ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് നോക്കാം. കൃഷിയെ ഒറ്റയ്ക്കല്ലേ ഏൽപ്പിച്ച ഒന്നും ശരിയാവില്ല. ക്യാമ്പിലേക്ക് അല്ലേ ചിറ്റപ്പന അങ്ങ് വന്നോളാം. ദേ കൂടെ തന്നെ നിക്കണേ. സിദ്ധാർത്ഥൻ അവന്റെ ചേരെ കൊണ്ടിരുത്ത്. അറിയാമല്ലോ, സ്പെഷ്യൽ കെയർ വേണം. ഞാൻ അങ്ങോട്ട് വന്നോളാം. ചെറിയ ഞാൻ തിരിച്ച് ചാർജ് എടുക്കാൻ വന്നല്ലോ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എന്റെ മൈൻഡ് ഒന്നും ഫുള്ളി സെറ്റ് ആയിട്ടില്ല. എന്തിനാ മോനെ, നീ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റാ, ഒരു കുഴപ്പമില്ല. ദേ സൂക്ഷിച്ചോണേ, മറിയേട്ടൻ ഉടനെ എത്തും. ദാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചെറിയച്ഛൻ കൂടെ ഉണ്ട്. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പ്ലീസ്. ഈ ക്യാബിൻ മറ്റാർക്കും തുറന്നു കൊടുക്കരുതെന്ന് മഹാദേവൻ സാറ് പറഞ്ഞിട്ടുണ്ട്. കുറെ കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സാറ് വരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ക്യാബിൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ടന്നെ. സാർ പ്ലീസ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഡസ്റ്റ് ആണല്ലോ. ആർക്കെങ്കിലും ക്ലീൻ ചെയ്തിട്ടൂടെ? AC ഓൺ ചെയ്യട്ടെ സാർ? വേണ്ട, ഇരിക്കൂ സാർ. ഈ പൊടിക്കാത്തിരുന്നത് എങ്ങനെ വർക്ക് ചെയ്യും? ആളെ വിളിച്ച് മുഴുവൻ ഇന്ന് തന്നെ ക്ലീൻ ചെയ്യണോടെ. കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ സലീമിനോട് പറഞ്ഞേ. സലീമൊക്കെ ഇവിടെ നിന്ന് പോയി സാർ. പുതിയ ആളാ ബെന്നി. വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. ഹലോ. ഹലോ, അച്ഛനത് എവിടെയാ? നീ ഇതെവിടെയാ? നീ എങ്ങോട്ട് പോയെന്നറിയാതെ എല്ലാരും ഇവിടെ പേടിച്ചിരിക്കുക. ഞാൻ കമ്പനിയിലെ ഹെഡ് ഓഫീസിലുണ്ട്. അച്ഛനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. എനിക്ക് വല്ലാത്ത സഫക്കേഷൻ. ഇവിടെ ആകെ എല്ലാം കൊള്ളായി കിടക്കുക. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അച്ഛൻ ഇങ്ങോട്ട് വരാറില്ലേ? ഞാനിതാ എത്തി. ഹരിയില്ല അവിടെ. ഞാനിതാ വരുന്നു. വെള്ളം ചോദിച്ചാൽ ഇത് കൊടുത്താൽ മതി. മല്ലിയിട്ട് തിളപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് സാർ പുതിയ സ്റ്റാഫ് ബെന്നി. ഹായ്. എന്താ ആവശ്യമുണ്ടെങ്കിലും ബെന്നിയോട് പറഞ്ഞാൽ മതി. മരണം തൊട്ടു പിന്നാലെയുണ്ട്. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കരുത്. ജാഗ്രത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.